നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് കാലം മുമ്പ് കൊച്ചിയിൽ സഫാരി കാഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുന്ന് ഒരു വാഹനമെടുത്തു. ഉദ്ഘാടന ദിവസം തന്നെയാണ് ആ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി കിട്ടിയത്. അത് വന്ന് ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, അത് ഞാനല്ല വീഡിയോ ചെയ്തത്, അൻഫിൽ തന്നെയാണ് സഫാരി കാഴ്സിലെ. ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ വാഹനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ എടുത്തതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണിത്. സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ AMG വാഹനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ GLA 35 AMG ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചേട്ടൻ ജിംനി വിറ്റിട്ടാണല്ലോ ഇത് വാങ്ങിച്ചത്? ജിംനി ഏതാണ്ട് 2-2.5 വർഷത്തോളമാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ജിംനി മോശം വാഹനമാണോ, അതുകൊണ്ടാണോ അത് വിറ്റിട്ട് ഇത് വാങ്ങിച്ചെന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചു. ജിംനിയെ പറ്റി തുടക്കം തൊട്ട് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ജിംനി ഒരിക്കലും ഒരു മോശം വാഹനമല്ല, അതുകൊണ്ടല്ല ഞാനത് വിറ്റത് എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജിംനി ഞാൻ ഏതാണ്ട് 30,000 കിലോമീറ്ററോളാണ് അന്ന് ഓടിച്ചത്. അതിന് ശേഷമാണ് വിറ്റത്. ജിംനി ആദ്യമായിട്ട് ഞാൻ ഓടിക്കുന്നത് മാരുതിയുടെ മീഡിയ ഡ്രൈവിലായിരുന്നു. അത് ഡെറാഡൂണിൽ ഒരു റിവർ ബെഡിൽ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന റിവർ ബെഡിലാണ് ആദ്യമായിട്ട് നമുക്കത് ഓടിക്കാൻ തന്നത്. ഒരു ഓഫ് റോഡ് ഇവൻ്റ് ആയിരുന്നു അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു ആവേശമാണ് സത്യത്തിൽ ഞാൻ ജിംനി എടുക്കാൻ കാരണമായത്. അതിന് മുമ്പ് തന്നെ ലോകത്തിൽ എവിടെ പോയാലും ഞാൻ ജിംനി ശ്രദ്ധിക്കുമായിരുന്നു. ജിംനിയുടെ 2 ഡോർ വേർഷനാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഞാൻ താമസിച്ച ഹോട്ടലിൽ തൊട്ടടുത്ത് ജിംനിയുടെ ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ പല നിറത്തിലുള്ള ജിംനികൾ നിരന്നിടക്കുന്നതിന് രാവിലെ എപ്പോഴും കർട്ടൻ മാറ്റി അങ്ങനെ നോക്കും, കൊതിക്കുമായിരുന്നു. അതിനുശേഷം ദുബായിൽ വെച്ച് ഞാൻ ആ 3 ഡോർ അല്ലെങ്കിൽ 2 ഡോർ എന്ന് വിളിക്കാവുന്ന ജിംനി ടെസ്റ്റ് ഡ്രൈവും ചെയ്തിരുന്നു. അന്നോട്ട് തന്നെ ജിംനി എൻ്റെ മനസ്സിലൊരു ആവേശമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡെറാഡൂണിലെ മീഡിയ ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് തന്നെ നമ്മളത് ബുക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ജിംനി കിട്ടിയത് എനിക്കായിരുന്നു. നമ്മളതിൽ ഓൾ ടെറൈൻ ടയേഴ്സൊക്കെ ഇട്ട് അതുപോലെ തന്നെ PPF അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വാഹനത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം, അത് ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ടേണിംഗ് റേഡിയസാണ്. ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ഒരു ടേണിംഗ് റേഡിയസാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓട്ടങ്ങൾ അധികവും സിറ്റിയിലാണ്. സിറ്റിയിൽ ഓടിക്കുമ്പോൾ, കൊച്ചിയിൽ പ്രത്യേകിച്ച് U-turn ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ വളച്ചൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, ഈ ഒരു കുഞ്ഞു വാഹനം വെച്ച് ആരടായി കളിക്കുന്നത്. നോക്കുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓടിക്കാനൊന്നും അറിയാൻ വയ്യേ, ഇത്രയും വളച്ച് ഓടിച്ചെടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ മുന്നോട്ടെടുത്ത് റിവേഴ്സ് എടുത്തൊക്കെ എന്തിനാണ് U-turn എടുക്കുന്നതൊക്കെ ആൾക്കാർ നോക്കി ചിരിക്കുമായിരുന്നു. അതെനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമായിരുന്നു. ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ജിംനിയോട് ഒരു എതിരഭിപ്രായമുള്ളത്. എന്നാലും ഇപ്പോൾ ഞാൻ സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടി എൻ്റെ ഒരു കോമറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമേ ഇല്ല. കോമറ്റ് എവിടെ ഇട്ട് വളച്ചൊടിച്ചൊക്കെ പോകാവുന്നതുകൊണ്ട് കോമറ്റ് സുഖമായി സിറ്റിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കങ്ങനെ വലിയ ഓട്ടമൊന്നുമില്ല. ഞാൻ ആകെ ഓടുന്നത് കോട്ടയത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിനായിട്ട് കോഴിക്കോട്, തിരുവനന്തപുരമൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ, അല്ലെങ്കിൽ എനിക്കങ്ങനെ വലിയ ഓട്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു സിറ്റി കാറാണ് എനിക്ക് കൂടുതലും വേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ സിറ്റി യൂസിനായിട്ട് എന്തായാലും കോമറ്റ് വാങ്ങിച്ചു. അതിനുശേഷം എൻ്റെ മനസ്സിൽ ഞാൻ കുറേ കാലം മുമ്പ് വിറ്റ GLA ഒരു ദുഃഖമായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ പരസ്യത്തിൽ പറഞ്ഞില്ല, എനിക്ക് പല്ലുപൊളിപ്പ് അനുഭവപ്പെടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ഒരു വിഷമം തോന്നുമായിരുന്നു. അപ്പോൾ GLA ഇങ്ങനെ മനസ്സിൽ വീണ്ടും ഒരു മോഹമായിട്ട് കിടന്നു. പക്ഷേ GLAയുടെ കാര്യത്തിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എതിരഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ബീജ് ആയിരുന്നു എന്നുള്ളതാണ്. ബീജ് കളർ എനിക്ക് പൊതുവേ വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു GLAയുടെ തന്നെ AMG ലൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ AMG, ഈ 2 കാര്യങ്ങളിലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. AMG ലൈൻ എന്ന് പറയുന്നത്, AMG എന്ന് പറഞ്ഞാൽ ആ ഒരു എൻജിനിൽ ആ ഒരു മാറ്റവുമില്ല. പക്ഷേ AMGയിൽ വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിറ്റാണ് AMG ലൈനിൽ വരുന്നത്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ മോഹമായിട്ട് കിടക്കുന്നു. അപ്പം ജിംനി വിൽക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്താണ് അൻഫിൽ സഫാരി കാഴ്സുമായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ അൻഫിലിനോട് പറഞ്ഞു, അൻഫിലെ എനിക്കൊരു GLA വേണം, അതൊരു AMG ലൈൻ മതി, എനിക്ക് ഇൻറ്റീരിയർ ബ്ലാക്ക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ചേട്ടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ AMG ലൈനല്ല, ഒരു AMG തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ AMG വാങ്ങിക്കണം ചിന്തിച്ചിട്ടില്ല സത്യം പറയാം. അത്രയും ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള വാഹനം എൻ്റെ ഓൾറെഡി ഒരു BMW Z4 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഒരു പെർഫോമൻസ് വാഹനത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഈ വാഹനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പനമ്പള്ളൂരിൽ നമ്മൾ റാപ്പിഡ് ഫയർ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വാഹനവുമായിട്ട് എൻ്റെ ഓണർ അവിടെ വന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചേട്ടൻ ഈ വാഹനം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അൻഫിൽ വിളിച്ച് പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഇതാ വണ്ടി നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഥമ ദൃഷ്ട്യ അനുരാഗം എന്നൊക്കെ പറയുമല്ലോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനെ ഈ വാഹനം ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, ഏതായാലും AMG കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വാഹനം ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഒരിക്കലും ജിംനി മോശമായതുകൊണ്ടല്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GLA ഒരു മനസ്സിൽ മോഹമായിട്ട് വീണ്ടും വന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ടേണിംഗ് റേഡിയസിൻ്റെ പ്രശ്നം ജിംനിയുടെ കാര്യത്തിലും ഉണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി ഒരു പെർഫോമൻസ് ബേസ്ഡ് വാഹനമാണ്. തന്നെ വലുത് പെട്രോളാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന GLA ഉണ്ടായിരുന്ന ഡീസലാണ്. അതൊരു വളരെ ഗംഭീരമായ വാഹനമായിരുന്നു. ഒരു പെർഫോമൻസ് വാഹനം അല്ലെങ്കിൽ പോലും നല്ല മൈലേജ്, പിന്നെ താരതമ്യേന കുറഞ്ഞ ഒരു മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ ആയിരുന്നു ആ വാഹനത്തിനുണ്ടായിരുന്നത്.
പക്ഷേ അത് 2000-ന് മുമ്പുള്ള ഒരു വാഹനമായിരുന്നു. 2000-ന് ശേഷമാണ് GLA ഉൾപ്പെടെയുള്ള ഈ ഒരു പ്രീമിയം വാഹനങ്ങളെല്ലാം തന്നെ ഇൻറ്റീരിയറൊക്കെ പാടെ മാറിയത്. അതായത് വലിയ സ്ക്രീനുകൾ വരുന്നു, അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ GLAയിലൊക്കെ വന്ന 2020-ന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നമ്മുടെ ഈ വന്നിരിക്കുന്നത് GLA 35 AMG. ഇത് 306 BSP പവറുള്ള എഞ്ചിനോട് കൂടിയൊരു വാഹനമാണ്. AMG എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ബെൻസിൻ്റെ ഒരു പെർഫോമൻസ് ഡിവിഷനാണ്. അവർ ഏതൊരു വാഹനമായാലും പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ട് മാറ്റുന്നു. പലപ്പോഴും എഞ്ചിൻ തന്നെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ GLAയുടെ കാര്യത്തിൽ എഞ്ചിൻ 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. അതായത് GLAയുടെ പെട്രോളുള്ള അതേ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു പവർ കൂട്ടുകയും അതോടൊപ്പം തന്നെ GLAയ്ക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ എഞ്ചിൻ പവർ കൂട്ടി അതോടൊപ്പം തന്നെ AMGക്ക് വേണ്ട ചില മാറ്റങ്ങൾ അത് സസ്പെൻഷനിലാണ് പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സെൽഫ് ലെവലിംഗ് ഡാമ്പേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഇൻറ്റീരിയറൊക്കെ കിടിലനാക്കി മാറ്റിയിട്ടുമുണ്ട്. പിന്നെ ഈ മുൻഭാഗത്തെ ഗ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ AMGയുടേതായിട്ട് മാറിയിട്ടുണ്ട്. AMG എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ വളരെ രസികൻ വാഹനമാണ്. തന്നെയല്ല ഇതിൻ്റെ ഒരു ഡ്രൈവ് മോഡുകളൊക്കെ ഉണ്ട്. സ്പോർട്ട് എന്നൊക്കെ പറയുന്ന മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എക്സോസ്റ്റ് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പൂർണ്ണമായും സ്പോർട്സ് കാർ എന്ന് വിളിക്കാവുന്ന BMW C4 301 BSP ആണെങ്കിൽ ഇദ്ദേഹം 306 BSP ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പം കാര്യമായിട്ടൊന്നും ഓടിച്ചിട്ടില്ല. ഒരു തവണ കോട്ടയത്ത് പോയതല്ലാതെ കാര്യമായ രീതിയിൽ ഓടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇഷ്ടംപോലെ വാഹനങ്ങളുടെ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എപ്പോഴും യാത്രയാണ്. ഈ ഇന്ത്യയിൽ ഇപ്പോൾ പോകാത്ത സ്ഥലമില്ല എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ. ഇനിയും വരുന്നു. ഈ 18-ം തീയതി ഏറ്റവും പുതിയ കുഷാക്കിൻ്റെ ഡ്രൈവ് നടക്കാൻ പോകുന്നത് ജയ്പൂരാണെങ്കിൽ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഋഷികേശിലാണ് ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിൻ്റെ ലോഞ്ചും ഡ്രൈവും എല്ലാം കൂടി. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ അധികം ഓടിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓടിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഓടിച്ചത് നമ്മൾ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം 5.1 സെക്കൻഡ്സ് മതി ഈ വലിയൊരു വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എൻ്റെ സ്വന്തമെന്ന് വിളിക്കാവുന്ന ഏറ്റവും പുതിയ GLA 35 AMGയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൻസിൻ്റെ GLA കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു ക്രോസ് ഓവർ ആണോ അതോ SUV ആണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം. ഏതായാലും ആ ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഏറ്റവും പുതിയ GLA വന്നപ്പോൾ, അതായത് 2020-ന് ശേഷമുള്ള GLA വന്നപ്പോൾ 104 മില്ലിമീറ്റർ ഹൈറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 14 മില്ലിമീറ്റർ നീളം കുറയുകയാണ് ചെയ്തത്. എങ്കിലും വീൽ ബേസ് 30 മില്ലിമീറ്റർ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സ്പേസ് ഒരല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. ഈ GLAയുടെ പ്രധാനപ്പെട്ട പ്രശ്നം പിൻഭാഗത്ത് ഒരല്പം ക്രാംഡ് ആണെന്നുള്ളതാണെങ്കിൽ അത് ഒരു പരിധിവരെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ GLA വന്നപ്പോൾ. തന്നെയല്ല, GLAയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മുൻഭാഗത്തെ ഗ്രില്ല് എന്ന് പറയുന്നത് പാടെ മാറിയിട്ട് ഈ ഒരു AMG ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിൽ ഇത്തരം വെർട്ടിക്കൽ സ്ലാറ്റുകളും അതിൽ ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ കിയ സോണറ്റൊക്കെ പോലെ ഒന്ന് പല്ല് കടിച്ച് ഇരിക്കുന്ന രീതിയിലുള്ള രൂപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നടുവിൽ വളരെ വലിയ ലോഗോയാണ് നമ്മൾ കാണുന്നത്, ബെൻസിൻ്റെ ലോഗോ. ബെൻസിൻ്റെ ഏറ്റവും പുതിയ MFA പ്ലാറ്റ്ഫോം, സെക്കൻഡ് ജനറേഷൻ MFA പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഏറ്റവും പുതിയ GLA ജനിച്ചിരിക്കുന്നത്. ഇതിൻ്റെയും ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അതായത് പ്ലാറ്റ്ഫോം GLAയുടെയും അതുപോലെ AMGയുടെയും പ്ലാറ്റ്ഫോമിൽ യാതൊരു വ്യത്യാസമില്ല. പ്രധാനപ്പെട്ട വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ സസ്പെൻഷനിലാണ് പാടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. GLAയുടെ സസ്പെൻഷൻ പൊതുവെ മോശമല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ സസ്പെൻഷൻ മാറിയെങ്കിൽ പോലും ഇതിൻ്റെ റൈഡ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഫേം സൈഡാണ്. കാരണം പെർഫോമൻസ് വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പൊതുവെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ബമ്പും അതുപോലെ ഹമ്പൊക്കെ ചാടുമ്പോഴത്തേക്കും വളരെ ചെറിയ തോതിലൊരു സ്റ്റിഫ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് പക്ഷേ സസ്പെൻഷൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമായതുകൊണ്ട് തന്നെയാണ്. ഏതായാലും മുൻഭാഗത്ത് ഈ ഒരു ഗ്രില്ല് തന്നെയാണ് മുൻഭാഗം മുഴുവൻ കവരുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ മനോഹരമായ LED ഹെഡ് ലാമ്പാണ് കാണുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഡേറ്റ റണ്ണിങ് ലാമ്പാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഈ താഴെ മൾട്ടി ബീം LED എന്നാണ് ഈ താഴെ കാണുന്ന ഈ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗമൊക്കെ നല്ല ഭംഗിയാണ്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ പൈസയാണ്. അത് ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് പേടിയുള്ളൂ. താഴെയായിട്ട് ഫോഗ് ലാമ്പ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. എയർ സ്കൂപ്പ് നല്ല എയർ ഫ്ലോ കിട്ടാൻ സഹായിക്കും. ഇവിടെയാണെങ്കിലും ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഈ ഭാഗമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടൊക്കെ ആ ഒരു ഒരു ലോവർ ലിപ്പുള്ള ഭാഗമൊക്കെ നല്ല കട്ടുകളും ഗ്രീസുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ വളരെ വലിയ ഒരു എയർ ഡാമും അതോടൊപ്പം തന്നെ താഴെ ഒരു ലോവർ ലിപ്പുകളുടെ ഭാഗവും അതുമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 3 ടയേഴ്സ് മാറ്റി. നമ്മൾ പിരേലി
പിരേല തന്നെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരല്പം തേഞ്ഞു തുടങ്ങിയ ടയേഴ്സ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളതൊന്ന് മാറ്റിയിട്ട് പിരേലിയുടെ 3 പുതിയ ടയേഴ്സ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ലൈറ്റ് ആ സൈഡ് അതുകൊണ്ട് നമുക്ക് ആ സൈഡ് പിടിക്കാം, വശക്കാഴ്ച കാണിക്കാൻ വേണ്ടി എന്ന് നമ്മുടെ ക്യാമറാമാൻ ശ്യാമിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഈ സൈഡിലേക്ക് വരാം. ആ 19 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീല് നല്ല ഭംഗിയാണ്, ഒരു ചെറിയ ആഷ് നിറവും അതോടൊപ്പം തന്നെ സ്റ്റീൽ ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. AMG എന്നുള്ള ബാഡ്ജിങ്ങും ബ്രേക്ക് കാലിപ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഭാഗമാണ് ആ കാണുന്നത്. ഇവിടെ ടർബോ ഫോമാറ്റിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്വിൻ സ്ക്രോൾ ടർബോ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോമാറ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നല്ല ഗ്രിപ്പാണ്, ഏത് സമയത്ത് നല്ല ഗ്രിപ്പുള്ള ഒരു ഡ്രൈവിംഗ് രീതി അത് സമ്മാനിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ് നമുക്ക് പഴയ GLAയുമായിട്ട് ഈ ഒരു ഹൈറ്റ് കൂടിയ കാര്യം മനസ്സിലാവുക, കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം കുറേ കൂടി ചെറിയ വാഹനമായിട്ടേ നമുക്ക് പഴയ GLA തോന്നുകയുള്ളൂ. അതോടൊപ്പം തന്നെ മേൽഭാഗത്ത് ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെയായിട്ട് ക്ലാഡിംഗ് ഉണ്ട്, ക്ലാഡിംഗ് കട്ട് ചെയ്തുകൊണ്ട് ചെറിയ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം. അതോടൊപ്പം തന്നെ ഡോർ ഹാൻഡിലിനും കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ഫിനിഷാണ്. സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നു. അതിൽ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഗ്ലാസ് ഏരിയ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വളരെ പ്രസന്നമായ ഉൾഭാഗം എന്നാണ് വിളിക്കേണ്ടത്. ഈ ഭാഗത്ത് താഴ്ന്നു വരുന്ന ഈ ഒരു റൂഫ് ലൈൻ കാണുമ്പോഴാണ് ഇത് ഹാച്ച് ബാക്കിൻ്റെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു SUVയുടെ രൂപത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസം നമുക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഉൾഭാഗത്ത് ഹെഡ് റൂം പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിൻഭാഗത്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ശ്വാസമടിപ്പ് വർദ്ധിപ്പിക്കുന്ന AMG എന്നുള്ള ആ ഒരു ബാഡ്ജിങ് വരുന്നത്. പിന്നെ മനോഹരമായ LED ലൈറ്റാണ് ഇതിൻ്റെ എലമെൻറ്റ്സൊക്കെ രാത്രിയിലേക്കാണ് നല്ല ഭംഗിയാണ്. ഈ 2 എലമെൻറ്റ്സൊക്കെ നല്ല ഭംഗിയാണ്. അതോടൊപ്പം തന്നെ താഴെയായിട്ടൊരു ക്രിസ്റ്റൽ ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കാര്യമാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, അതോടൊപ്പം തന്നെ ഡീഫോഗർ, പിന്നെ സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ലോഗോ ഇവിടെ കാണാം. താഴെ ഓവൽ ഷേപ്പുള്ള 2 എക്സോസ് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ഈ ഒരു AMGയിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പറിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിൻഭാഗമൊക്കെ പഴയ GLA അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറേ കൂടി ഭംഗിയുണ്ട്. GLA 35 എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് AMG ആണെന്നുള്ള കാര്യം. പക്ഷേ AMG ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ AMG ആണോ AMG ലൈൻ ആണോ എന്ന് സംശയം തോന്നിയേക്കാം പലപ്പോഴും. കാരണം AMG ലൈന് പലപ്പോഴും ആ ഒരു കിറ്റ് കയറ്റുന്നവർ ധാരാളമുണ്ട്. പക്ഷേ പ്യുവർ AMG ആകുമ്പോഴത്തേക്കുമാണ് 35 എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. 435 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമായ രീതിയിൽ സാധനങ്ങൾ കയറ്റാമെന്ന് മാത്രമല്ല വളരെ താഴ്ന്ന ഒരു പ്രൊഫൈലായതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ സീറ്റ് നമുക്ക് 3 തരത്തിൽ ഫോൾഡ് ചെയ്യാം, 3 പീസായിട്ട് ഫോൾഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ കയറ്റണമെങ്കിൽ അങ്ങനെയും ആകാം. എന്തായാലും ഏറ്റവും പുതിയ പതിവനുസരിച്ച് സ്പെയർ ടയറൊന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം ആൻറ്റി പങ്ക്ചർ കിറ്റാണ്. പിന്നെ അവിടെ ഒരു സബ് വൂഫറൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കിഡിലിൻ്റെ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ചെറിയ ഹുക്കുകളൊക്കെ കൊടുത്തിട്ട് സംഭവം എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാനൊക്കെയുള്ള അവസരമുണ്ട്. കൂടാതെ GLAയുടെ മറ്റ് ഡീസൽ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക്കലി നമുക്കിത് അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു AMG മോഡലാണെന്നുള്ള കാര്യമാണ്. വളരെ പതുക്കെ നല്ല സുന്ദരമായിട്ട് ഓടിച്ചു പോകാം. എന്നാൽ കാലൊന്ന് കൊടുത്താൽ അദ്ദേഹം പറക്കുകയും ചെയ്യും. തന്നെയല്ല ഇന്ത്യക്ക് ചേരുന്ന രീതിയിൽ 183 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമ്പൊന്നും വലിയ പ്രശ്നമല്ല. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പൂർണ്ണമായൊരു SUV തന്നെയായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് കാഴ്ചയുടെ കാര്യം. അപ്പോൾ GLAയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള AMG വാഹനങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ കാണാൻ സാധിക്കും. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ കാണാം. അപ്പോൾ നമ്മുടെ GLA 35 AMGയിലേക്ക് നമ്മളെ കയറുമ്പോൾ സ്വാഗതം ചെയ്യുന്ന ഇലുമിനേറ്റഡ് AMG ലോഗോയാണ്. അവിടെ തൊട്ട് തുടങ്ങുന്നു AMGയുടെ ഒരു സംഭവങ്ങൾ എന്നാണ് പറയേണ്ടത്.
ഉൾഭാഗം ഞാൻ പറഞ്ഞില്ല ഫുൾ ബ്ലാക്ക്, ഈവൻ റൂഫ് പോലും ബ്ലാക്കാണ്. ഇത് ഫുൾ ബ്ലാക്ക് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഷോ ഡീറ്റെയിലിങ്ങിൽ കൊടുത്തിട്ട് നമ്മൾ ഗ്ലാസ് ഒന്ന് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതായത് പെർമിസിബിൾ ആയിട്ടുള്ള, അതായത് ലീഗലി ഒട്ടിക്കാവുന്ന ആ ഒരു ട്രാൻസ്പെറൻസിയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. പക്ഷേ ഇത് ഒരു ഹൈ എൻഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള ചൂടും വരുന്നില്ല, ഗംഭീരമായിട്ടുണ്ട് ആ ഒരു സംഭവം. പിന്നെ ഫുൾ ബ്ലാക്കിനെ കട്ട് ചെയ്യുന്ന ആപ്പാടെ കാണുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചില എലമെൻറ്റ്സ് ഒക്കെ മാത്രമാണ്. ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം, അതോടൊപ്പം തന്നെ ഈ കാണുന്ന ചെറിയ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങൾ, അത് ഒഴിച്ച് നിർത്തിയാൽ ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ഇവിടെ ചെറിയ ആംബിയൻ ലൈറ്റിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. അതുപോലെ 64 കളർ ആംബിയൻ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ ഈ AMG പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. ഏറ്റവും പുതിയ ബെൻസിൻ്റെ ഡ്യുവൽ സ്ക്രീൻ, അതായത് 10.25 ഇഞ്ചിൻ്റെ ഡ്യുവൽ സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. അത് ഒട്ടും തന്നെ അലോസരം ഉണ്ടാക്കാതെ അല്പം താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഭാഗം ഒന്നും താഴ്ത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിക്ക് യാതൊരു ഭംഗവും വരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, MBUX എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഉള്ള ബെൻസിന് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റാണ്, വളരെ പ്രിസൈസാണ് കാര്യങ്ങളെല്ലാം തന്നെ, ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ഇനി അതിൽ തൊട്ട് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പാഡ് കൊടുത്തിട്ടുണ്ട്. ഈ പാഡ് നമുക്കിത് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം എന്നുള്ളതുകൊണ്ട് അത് വളരെ എളുപ്പമാണ്. അത് ഹാൻഡ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാതെ കൈകാര്യം ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു ഡ്രൈവ് മോഡുകളുടെ സ്വിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ടോഗിൾ സ്വിച്ച് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. സ്പോർട്ട് പ്ലസ്, അതിലെ കളറൊക്കെ ചെയ്യുന്നുണ്ടോ, വാഹനം ഒന്ന് മുരളാനും തുടങ്ങി. സ്പോർട്ട്, കംഫർട്ട്, ഇൻഡിവിജ്വൽ, സ്ലിപ്പറി, ഇത്രയുമാണ് ഡ്രൈവ് മോഡുള്ളത്. കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്പോർട്ട് മോഡിലും ഒക്കെ മാറ്റുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം മാറിയിട്ട് പരസ്യത്തിൽ പറയില്ല വിശക്കുമ്പോൾ നിങ്ങൾ ഏതോ ഒരു ഷെട്ടിയാകുമെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇതതിൻ്റെ കാര്യം. അതോടുകൂടി കംപ്ലീറ്റ് സ്വഭാവം മാറി ആകെ ഭയങ്കര അഗ്രസീവായിട്ട് മാറുന്നൊരു സംഭവമുണ്ട്. അതായാലും കൊള്ളാവുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് പോകാം. പിന്നെ വളരെ ക്ലാരിറ്റിയുള്ള നല്ല ക്രിസ്പായിട്ടുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റം അതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള വ്യൂകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ മറ്റൊരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ആ സ്വിച്ച് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ആണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് മെനു ആക്സസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റൻസ് സിസ്റ്റമൊക്കെ നമുക്ക് ഇതിലാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നാവിഗേഷൻ, മാപ്പ്, അതുപോലെ തന്നെ റേഡിയോ, മീഡിയോ, അതിൻ്റെ സ്വിച്ചുകൾ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം തന്നെ വോളിയം ഇവിടെ അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയാണ്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ C ടൈപ്പ് ചാർജറും പിന്നെ മറ്റൊരു 12 വോൾട്ടിൻ്റെ ചാർജറൊക്കെ ഇവിടെയുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ആംറസ്റ്റും അതിൽ ഇത്രയും വിശാലമായ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. അതിലും ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റിഫാണ് സീറ്റ്. ഇവിടെ ഒരു അൽക്കാൻഡറാണ് ഈ നടുവിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് ഗ്രിപ്പ് കൂടുതലുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് പിടിച്ചിരുന്ന് ഓടിക്കാനുള്ള ഗ്രിപ്പിന് വേണ്ടിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. കൂടാതെ റെഡ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് AMG പ്രത്യേകത അതുണ്ട്. മുന്നിലെയും പിന്നിലെയും സീറ്റുകൾക്ക് ഇവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനും അതും കൊടുത്തിട്ടുണ്ട്. അത് മുന്നിലെ 2 സീറ്റിനുമുണ്ട്. പിന്നെ എന്തായിരുന്നു സ്പേസ് ഇഷ്ടംപോലെ സ്പേസാണ്. പഴയ GL നിന്ന് വ്യത്യസ്തമായിട്ട് അത്രയും കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ് ഇഷ്ടംപോലെ തുറക്കാവുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ പെയിനാണ്, ഡബിൾ പെയിനായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊരു ഭാഗം മാത്രമുണ്ട്. ബാക്കി ഏറ്റവും പിന്നിൽ വരെ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. പിന്നെ AMG ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടി നല്ല റെഡ് നിറത്തിലാണ് സീറ്റ് ബെൽറ്റ് പോലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു പവറിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ ബെൻസിൻ്റെ മറ്റേതൊരു വാഹനം പോലെ തന്നെ മനോഹരമായ AC വെൻറ്റുകൾ, അതും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് ഒത്തിരി പുകഴ്ത്താൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ അധികം പുകഴ്ത്താൻ പാടില്ലെന്നാണല്ലോ പണ്ട് കാരണവന്മാർ പറയുന്നത്. എന്തായാലും സ്റ്റിയറിംഗ് വീലാണ് മറ്റൊരു ഭംഗിയുള്ള കാര്യം. സ്റ്റിയറിംഗ് വീല് ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് വാഹനങ്ങളുടെയൊക്കെ പോലെയുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിലും ഈ ഒരു സ്റ്റീൽ ഫിനിഷ് പല സ്ഥലത്തും കാണാം. ഇവിടെ വോളിയം കൺട്രോൾ, ഇവിടെ ക്രൂസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെനു വേണമെങ്കിൽ നമുക്കിതിൽ ആക്സസ് ചെയ്യാം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പട്ട നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ച് പോകാൻ സാധിക്കും. അതും വളരെ സ്പോർട്ടി ആക്കുന്നുണ്ട് കാര്യങ്ങൾ. ഈ സൈഡിൽ ലൈറ്റുകളുടെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെയുണ്ട്. ഇത് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇവിടെ ഈ ഒരു പെഡലുകൾ പോലും വളരെ സ്പോർട്ടി ആയിട്ട് സ്റ്റീൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ആണെങ്കിലും വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ അപാരമാണ്. ഞാനിപ്പോൾ സീറ്റ് ഏറ്റവും ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള വിൻഡോ ലൈനൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും മുൻഭാഗമൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിലാണ്, വളരെ സ്പോർട്ടിയായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഈ റൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. കാരണം അത്ര ഉയർന്ന പ്രൊഫൈലുള്ള വാഹനമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് പിൻഭാഗത്തിരിക്കാം. ഈ മുമ്പ് പഴയ GL എനിക്കുണ്ടായിരുന്ന സമയത്ത് പിൻഭാഗത്ത് ഇരുന്ന് എൻ്റെ കുടുംബമൊക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു പിൻഭാഗത്തിരിക്കുന്ന കാര്യത്തിൽ. എങ്കിൽ പോലും എല്ലാവരും പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് ആകാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സീറ്റ് അങ്ങേയറ്റം മുന്നിലേക്ക് നീക്കിയിട്ടിരിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു പകുതി ഭാഗത്ത് വെച്ച് നിർത്തിയിരിക്കുകയാണ്. എങ്കിലും ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ തൈ സപ്പോർട്ട് അല്പം കൂടി ആകാമായിരുന്നു തോന്നുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അല്പം കൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് AC വെൻ്റുണ്ട്. ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു സ്ഥലവും ഇവിടെ ചാർജിങ് പോയിൻറ്റും കൊടുത്തിരിക്കുന്നു. നടുവിൽ വളരെ വിശാലമായ, വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സെൻട്രൽ ടണലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അത്ര സുഖമായി ഇരിപ്പായിരിക്കില്ല. എങ്കിലും മുൻഭാഗത്തെ സീറ്റ് പോലെ തന്നെ അൽക്കാൻഡ്രയൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ നമുക്ക് തുറന്നു വയ്ക്കാം. അത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ഒന്നും അല്ല പിന്നെ കിട്ടുന്നതെന്നുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇത് നേരെ നമുക്ക് ബൂട്ടിലേക്ക് ഒരു ആക്സസ് ആണ്. ഇവിടെ ഫുൾ ഓപ്പണായി. അതുകൊണ്ട് മത്തി പോലെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി ഇരിക്കരുത്. കാരണം മത്തിയുടെ മണമൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഭവമല്ല. എന്താണ് അങ്ങനെ ചെയ്ത് വെച്ചതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കൈവച്ചിരിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ വെക്കണമെങ്കിൽ. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സിംഗിൾ ബോട്ടിൽ വയ്ക്കാം. അതുപോലെ അതിൻ്റെ ഒരു ഹാൻഡ് ഗ്രിപ്പിൻ്റെ ഭാഗമൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തത് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെയുടെ ബർമിസ്റ്ററിൻ്റെ മ്യൂസ് സിസ്റ്റത്തിൻ്റെ ആ ഭാഗമൊക്കെ കാണാം. മുൻഭാഗത്ത് നമ്മൾ ഡോർ പാഡ് കാണിക്കാൻ മറന്നുപോയി എന്നും പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. എന്തായാലും ഇവിടെ ഏറ്റവും പിന്നിൽ വരെ സൺറൂഫ് വരുന്നുണ്ട്. തന്നെയുള്ള നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ സ്പേസ് മോശമല്ല. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ അതും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അല്പം താഴ്ന്നതാണ്, പിൻഭാഗത്തേക്ക് ഒരു അല്പം താഴ്ന്നുണ്ട് സീറ്റ്. അതുകൊണ്ട് തന്നെ വിൻഡോയിൽ അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. കാരണം വെച്ചാൽ ഞാൻ പിൻഭാഗത്തിരുന്ന് യാത്ര അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇനിയാണെങ്കിലും ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം നമ്മളെപ്പോഴും മുൻഭാഗത്തിരുന്ന് ഇതും പിടിച്ചിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ദൗത്യം തന്നെ. അതുകൊണ്ട് പിൻഭാഗ യാത്രക്കാർ വേണം അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പിൻഭാഗത്തിലെന്ന് പറയാനുള്ളത്. അതിൽ മുൻഭാഗത്ത് നമ്മുടെ ഡോർ പാഡ് കൂടി കണ്ടതിന് ശേഷം നമുക്ക് വാഹനം ഓടിക്കാൻ തോന്നുന്നു. അതുകൂടെ കാണാം. അപ്പോൾ മുൻഭാഗത്ത് ഇതാണ് നമ്മൾ കാണുന്ന ഡോർ പാഡ്. അതിലും നമുക്ക് ഒരു വലിയ ബോട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കാം. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു ഹാൻഡിലാണ്. അത് വളരെ സ്പോർട്ടിയാക്കുന്നുണ്ട് വാഹനത്തെ. അപ്പോൾ നമ്മുടെ സ്വന്തം ബെൻസ് GL 35AMG ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഈ റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അർമാദിച്ച് ഓടിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ കാലം കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇവിടെ ഓടിക്കുമ്പോഴാണ്, ഈ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്, കുറച്ച് സ്റ്റിഫാണെങ്കിൽ പോലും. അതുപോലെ ഫോമാറ്റിക് ആയതുകൊണ്ട് എപ്പോഴും റോഡ് ഗ്രിപ്പുണ്ട്. വളരെ കൃത്യമായിട്ട് ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ട്രാക്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്ക് രസകരമായ റോഡ് ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 183 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ്. തന്നെയുമല്ല ഇത് കമ്പയർഡ് ടു അതർ SUVs അല്പം വലിപ്പം കുറഞ്ഞതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ നല്ല സുഖമാണ് ഓടിച്ചു പോകാൻ. സിറ്റിയിൽ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ജിംനിയുടെ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും അദ്ദേഹം സുഖമായി തന്നെ അങ്ങ് തിരിഞ്ഞ് വളഞ്ഞങ്ങ് പൊക്കോളും.
അപ്പോൾ വളരെ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ അദ്ദേഹം വളരെ പതുക്കെ പോകുമ്പോൾ പെരുമാറുമെങ്കിലും നമ്മൾ ഒന്ന് കാല് കൊടുക്കുമ്പോഴാണ് ആ വിശ്വരൂപം കാണിക്കുക. എപ്പോഴും എല്ലാവരും ചോദിക്കാറ് ഇത്രയും പവർഫുൾ വാഹനം എന്തിനാണ് വാങ്ങിക്കുന്നത്, ഇത്രയും 0 to 100 5 seconds എന്നൊക്കെ പറയുന്ന വാഹനം എന്തിനാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സ്പീഡിൽ പോകുക എന്നുള്ളതല്ല. എനിക്ക് എപ്പോഴും തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള വാഹനങ്ങൾ പതുക്കെ ഓടിച്ചു പോകാൻ നല്ല സുഖമാണ്. ആ ഒരു പവർ ഇങ്ങനെ നമ്മുടെ കാൽച്ചുവട്ട് നിൽക്കും, എന്നാൽ നമ്മളത് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു സുഖമുണ്ട്. രണ്ട്, ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് അപകടരഹിതമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കണക്കൂട്ടിൽ ഒട്ടും തന്നെ തെറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നു, പെട്ടെന്നാണ് നമ്മൾ കാണുന്നത് ഓപ്പോസിറ്റ് മറ്റൊരു വാഹനം വരുന്നു. അങ്ങനെ വരുമ്പോഴും നമ്മളൊന്ന് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അവിടെ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഓപ്പോസിറ്റിന് വരുന്ന വാഹനം ഇടിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇദ്ദേഹം കടന്നു പോയിക്കോളും. അതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഈ പവർഫുൾ വാഹനങ്ങളെ സംബന്ധിച്ച്. അത് നമ്മുടെ BMW ആയാലും ഇതായാലും എല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സെയിം സംഭവം തന്നെയാണ് കോമറ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം അതൊരു EV ആയതുകൊണ്ട് തന്നെ ക്വിക്ക് ആക്സിലറേഷൻ ഉണ്ട്, ടോർക്ക് ഇരച്ച് കയറി വന്ന് സംഗതി അങ്ങ് ഓടിപ്പോക്കോളും. അപ്പം കയ്യിലുള്ള ഇപ്പോൾ ഉള്ള വാഹനങ്ങൾ, നമ്മുടെ 3 വാഹനങ്ങളും അങ്ങനെ ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് രസകരമാക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇനി എൻജിൻ പവറിലേക്കൊക്കെ ക്വിക്കായിട്ടൊന്ന് പോവുകയാണെങ്കിൽ ഇത് ഒരു AMG എഞ്ചിനല്ല. സത്യം പറഞ്ഞാൽ ഇത് ബേസിക്കലി നമ്മൾ പെട്രോൾ GLI കാണുന്ന എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ട്യൂണിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഇതിനെ AMG ആക്കി മാറ്റുന്നത്. 1991 cc, അതായത് 2 ലിറ്റർ 4 സിലിണ്ടർ ട്വിൻ സ്കോൾ ടർബോയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് 306 bhp ആണ്. 5800 RPM മാക്സിമം പവർ കിട്ടുന്നത്. അതുപോലെ 400 Nm ആണ് മാക്സിമം ടോർക്ക്. അത് 3000 to 4000 RPM കിട്ടുന്നുണ്ട്. 8 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൾ വീൽ ഡ്രൈവ് വാഹനവുമാണ്. പക്ഷേ ഇതിൻ്റെ റെഗുലർ GLI കാണുന്ന എഞ്ചിൻ തന്നെയാണെങ്കിലും ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ക്രാങ്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഹൈ സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. അതുപോലെ പക്ഷേ ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡൈകാസ്റ്റ് അലൂമിനിയമാണ് എഞ്ചിൻ പാർട്സിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മാക്സിമം ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ട്വിൻ സ്കോൾ ടർബോ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ ലോ സ്പീഡിലും ഹൈ സ്പീഡിലും എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ വേരിയബിൾ വാൽവ് ട്രെയിനുകൾ, അതുപോലെ തന്നെ PSO എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈ പ്രൊസിഷൻ ഇഞ്ചക്ടേഴ്സ്, പിന്നെ മൾട്ടി സ്പാർക്ക് ഇഗ്നീഷൻ, അത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു നോർമൽ എഞ്ചിനെ AMG ആക്കി മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡുള്ള ഹൈ സ്പീഡ് കോർണറിനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ ചെയ്താൽ പോലും വളരെ കുറഞ്ഞ ഒരു ബോഡി റോൾ ടെൻഡൻസി അതിനുണ്ടാവുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത്. അതുപോലെ ട്രാക്ക് കാറുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് നക്കിളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാക്ക് കാർ ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ പോകുമ്പോൾ. അതുപോലെ പിൻഭാഗത്ത് 4-ലിങ്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സബ് ഫ്രെയിം വഴിയാണ് ബോഡിയോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം മുന്നിലെയും പിന്നിലെ ആക്സിലേക്ക് 50% വീതം ആ ഒരു ടോർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ വെയ്റ്റഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം. ഇനിയുള്ളത് ഡ്രൈവ് മോഡുകളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡൈനാമിക്, അതുപോലെ സ്ലിപ്പറി, ഇൻഡിവിജ്വൽ, കംഫർട്ട്, സ്പോർട്ട് പ്ലസ്, അത്തരം പല കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മളിപ്പോൾ സ്പോർട്ട് പ്ലസിലേക്ക് ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് കാല് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് മാരകമായി മാറുന്നത്. അത് വളരെ രസകരമായ അനുഭവമാണ്. അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ രസകരമായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാം. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റുകളാണ് വളരെ രസകരമായ കാര്യം. വളരെ ക്വിക്ക് ഷിഫ്റ്റുകളാണ്. നമ്മൾ ഡ്രൈവ് മോഡിലിട്ടിട്ട് ഇപ്പോൾ സ്പോട്ടിലൊക്കെ ആണെങ്കിൽ കാലം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചക്ക് 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 എന്നിങ്ങനെ 8 സ്പീഡിലേക്കും ഇങ്ങനെ അപ്പ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് ഭയങ്കര രസമുള്ള കാര്യം. അതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റും നമ്മൾ പാഡ് ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ ക്വിക്കായിട്ടാണ് ഡൗൺ ഷിഫ്റ്റ് ആകുന്നത്. അതൊക്കെ ഓടിക്കാൻ വളരെ രസം തോന്നുന്ന കാര്യങ്ങളാണ്. ഇനി സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ സേഫ്റ്റിയിൽ ധാരാളം ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2026 വന്നിരിക്കുന്ന അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ വരുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ 6 എയർ ബാഗ് ഉണ്ട്, ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് ഉണ്ട്, പിന്നെ റിയർ വ്യൂ ക്യാമറ, പിന്നെ 360 ഡിഗ്രി ക്യാമറ, ക്രോസ് വിൻഡ് അസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS, അഡാപ്റ്റീവ് ബ്രേക്കിംഗ് ടെക്നോളജി, ഡൗൺ ഹിൽ സ്പീഡ് റെഗുലേഷൻ, DSR, ബ്രേക്ക് അസിസ്റ്റ്, BAS എന്ന് പറയുന്ന ബ്രേക്ക് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ അതുപോലെ 4 വീൽ ട്രാക്ഷൻ, ഇലക്ട്രോണിക് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ആൻറ്റി തെഫ്റ്റ് അലാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്ന അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, പിന്നെ പാർക്ക് അസിസ്റ്റ് ഉണ്ട്, നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അസിസ്റ്റൻസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു വാഹന പ്രേമിയെ സംബന്ധിച്ച് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ്
വാഹനപ്രേമിയെ സംബന്ധിച്ച് കിട്ടാവുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കൂടുതൽ ഒരു നല്ലൊരു പാക്കേജാണിത്. അപ്പം ഒരു ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AMG ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറ്റിയ ഒരു വാഹനമാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് ദീർഘദൂരം പോകുന്നയാളൊക്കെ ആണെങ്കിൽ മൈലേജ് നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കും. കാരണം ഇതൊരു പെട്രോൾ എഞ്ചിനുള്ള വാഹനമാണ്. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നല്ലത് 220D പോലെയുള്ള ഡീസൽ എഞ്ചിനുള്ള GLA ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ള കാര്യം. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ എക്സോസ്റ്റ് നോട്ടൂടെ ഒന്ന് കേട്ടിട്ട് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഏതൊരു വാഹനവും എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നതെന്ന് അറിയാൻ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. എക്സ്റ്റീരിയറിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കില്ല, കാരണം വെച്ചാൽ അത് പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം. പക്ഷേ എൻജിൻ റൂം കാണുമ്പോൾ നമുക്കറിയാം. മറ്റൊന്ന് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്താ പറയുക ഉടായ്പ് കാണിച്ചൊന്നും നന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സീറ്റുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ലെതറൊക്കെ കുറച്ച് പിഞ്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീൽ, ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്ക് വാഹനം എത്രത്തോളം ഭംഗിയായിട്ട് ഉപയോഗിച്ചാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യമാകുന്നുണ്ടാവും വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണെന്നുള്ള കാര്യം. തന്നെയല്ല ഇതിൻ്റെ ഓണർ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വാഹനവുമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നതാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ AMG വാഹനങ്ങൾ പൊതുവെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നില്ലായിരുന്നു. അത് ആദ്യമായിട്ട് തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ GLC ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത AMG. അതിന് ശേഷമാണ് ഇപ്പോൾ GLA ഒക്കെ അസംബിൾ ചെയ്ത് വന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യൊപ്പ് ഇതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയല്ല അത്രയധികം അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. AMG എന്ന് പറയുന്ന പെർഫോമൻസ് വാഹനങ്ങൾ പോലും ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്ന അത്ര അഡ്വാൻസ്ഡായി നമ്മുടെ ലോകം എന്നാണ്, നമ്മുടെ ഇന്ത്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പുതിയ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില ഏകദേശം 80 ലക്ഷം രൂപയോളാകും. എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നോർമൽ GLAക്കാളും വളരെ കൂടുതലാണ്. അത് എനിക്ക് എത്ര രൂപ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ പറയില്ല, അത് വേണമെന്ന് കമൻറ്റ് ചെയ്തോട്ടോ, അത് നോക്കാം. പണ്ട് എന്നെ വീണ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും വീട് വെച്ചതിന് എത്ര രൂപയായി അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തായാലും തീരെ മോശം വില കൊടുത്തിട്ടല്ല വാങ്ങിച്ചതെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇത് വളരെ പ്രാക്ടിക്കൽ വാഹനമാണ്. നിങ്ങൾക്കിത് എങ്ങനെയും കൊണ്ടു നടക്കാം. വളരെ പതുക്കെ ഓടിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കുടുംബസ്ഥനായിട്ട് വേണമെങ്കിൽ ഓടിച്ചു പോകാം. അതിന് പകരം കുറച്ചൊന്ന് അഗ്രസീവായി ഒരു പയ്യനായി ഒരു ജെൻസിയായി മാറണമെങ്കിൽ അതിന് ഇദ്ദേഹം സഹായിക്കും എന്നുള്ള എൻ്റെ പ്രത്യേകത. മൈലേജ് ഞാൻ നോക്കിയിട്ട് കോട്ടയത്തേക്കൊക്കെ പോയപ്പോൾ എനിക്ക് 7.5 വരെ കിട്ടി. എങ്കിലും സിറ്റിയിലൊക്കെ അതിലൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. കാരണം ഇത് അങ്ങനെ എപ്പോഴും ഓടിച്ചുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മൈലേജ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമല്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു BMW C4 ആണ്. അതിനും മൈലേജ് എന്ന് പറയുന്നത് തീരെ കുറവാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോ ഓഫിനായിട്ടും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഓടിക്കാനൊക്കെയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം നമ്മുടെ കോമറ്റ് ആണല്ലോ. കോമറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ചിലവുമില്ല. വീട്ടിൽ സോളാറും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു ചിലവുമില്ലാത്തതുകൊണ്ടും ഞാൻ അധികം ഓടിക്കുന്ന സിറ്റിയിലായതുകൊണ്ടും എൻ്റെ സ്വന്തം സഹചാരി എപ്പോഴും കോമറ്റ് തന്നെയാണ്. പിന്നെ ഉള്ളൊരു ഹോണ്ട ബ്രിയോ ആണ്, ഒരു ഓട്ടോമാറ്റിക്. അത് മൈലേജിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്, പക്ഷേ വാഹനം വളരെ മികച്ച ഒരു വാഹനവുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്വന്തം വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. സ്വന്തം വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിനോട് എനിക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും അങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ്. എന്തായാലും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ വാഹനങ്ങളെല്ലാം കൂടി നിർത്തിയിട്ടൊരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ട്. അത് ഓടിക്കാൻ 4 പേരെ കിട്ടണ്ടേ, അതാണ്. ശ്യാം പറഞ്ഞ ഓടിക്കും, പറഞ്ഞാൽ ഞാൻ ഓടിക്കും, പിന്നെ ആരും ഓടിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഓടിക്കാൻ ഇപ്പോൾ ആൾ വരുമെന്ന് എനിക്കറിയാം, അതിൻ്റെ താഴെ കമൻറ്റായിട്ടൊക്കെ വരുമെന്നറിയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഓരോരോ പടവുകൾ കയറുന്നതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ ഓരോരോ പുതിയ വാഹനങ്ങൾ, കുറച്ചുകൂടി പ്രീമിയം ഒക്കെ വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഒരു AMGയിലേക്കൊക്കെ എത്തിയതിൽ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ AMG ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു, കാണുമ്പോൾ കൈ കാണിക്കുക, ഒരു കിലോമീറ്ററുകൾ എൻ്റെ കൂടെ സഞ്ചരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരു ചായ കുടിച്ച് പിരിയുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി, ബൈ.